അങ്ങനെ ഇന്ന് വരെ രണ്ടിനും പറക്കി വണ്ടിയിലിട്ടിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകണം ഗൈസ്. ഒരു മാസത്തിൽ 15 ദിവസം ഇവളും 15 ദിവസം ഇവളുടെ ഇത്യം സ്വന്തം വീട്ടിൽ നിൽക്കണമെന്നാണ് ഇവളുടെ ഉമ്മയുടെ കരാറ്. കാരണം ഇവളുടെ ഉമ്മ അവിടെ ഒറ്റയ്ക്കാണ്. അത് കാരണം എല്ലാ മാസത്തിലും 15 ദിവസം ഞാൻ ഫുള്ള് ഹാപ്പി അടിച്ചുപൊളി ശാന്തി സമാധാനപരമായ ഒരു അവസ്ഥയിലായിരിക്കും. ഏതാണ് ആ 15 ദിവസം, അവളുള്ള 15 ദിവസമാണോ ഇല്ലാത്ത 15 ദിവസമാണോ എന്ന് നിങ്ങളെ ഊഹിച്ചെടുത്തോ. വെറുതെ നമ്മളെ പറഞ്ഞിട്ട് ഇടി വാങ്ങി കൂട്ടണ്ടല്ലോ. അതിന്റെ ഇടയിൽ നമ്മുടെ വണ്ടിയുടെ ക്ലാസ് ഏതോ പാമ്പേഴ്സ് ഇടാത്ത കാക്ക അപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തനിക്കൊരു ജെറ്റ് ഇട്ടുടോ. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിൽ തട്ടിയിട്ട് നമ്മൾ നേരെ ഷോപ്പൊക്കെ വന്നു. അങ്ങനെ രാത്രി ഷോപ്പൊക്കെ അടച്ച് വീട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ വരുന്ന ഒരാള് ഇവളുടെ ഈ വരവിന് എന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമ്മൾ ആ വണ്ടി കയറി പോയി. അങ്ങനെ ആ വണ്ടി നേരെ വന്ന് നിന്നത് ഈ പീടിയുടെ മുന്നിലാണ്. എനിക്കെന്താ ഒരു ദുബായിലല്ല ഉണ്ടാവില്ല. സാരിക്കാട് ഒരു തമാശകളെ. അങ്ങനെ അവളൊരു ബട്ടർ സ്കോച്ച് ഷേക്കും ഞാനൊരു അനാറ് ജ്യൂസും പറഞ്ഞു. അങ്ങനെ അതും കുടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോന്നു. ഇവര് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് ഞാൻ സുഖസുന്ദരമായി കിടന്നുറങ്ങുന്ന എന്റെ കട്ടിലാണ്. ഈ കട്ടിൽ ഒഴിവാക്കൽ പ്രക്രിയയ്ക്ക് പിറകിൽ ഒരു വലിയ കാരണമുണ്ട് ഗേസ്. ഒരു അലാറം പോലും വെക്കാണ്ട് ഞാൻ സജീവ് എണീക്കുന്നതിന് മുന്നേ ഇവൻ എണീച്ചിട്ട് മോർണിംഗ് വാക്കിന് ഇറങ്ങും. അങ്ങനെ മോർണിംഗ് വാക്കിന് ഇറങ്ങി കട്ടിലിന്റെ മോളിൽ നിന്ന് 2 പ്രാവശ്യം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണപ്പോൾ ഞങ്ങൾ കട്ടിലെടുത്ത് ഒഴിവാക്കി. പിന്നെ ഇവര് പോകുമ്പോൾ ഞാൻ വീണ്ടും കട്ടിലെടുത്തിടും. എനിക്ക് കട്ടിൽ പെടുന്ന നല്ലൊരു വൈബ് കിട്ടുള്ളൂ. പിന്നെ എന്റെ സജിയുടെ ആദ്യത്തെ കൊളോബറേഷൻ അല്ലേ, റീച്ച് കിട്ടുന്നതിന് മുന്നേ താഴത്തിട്ട് പൊട്ടിച്ചിട്ടുണ്ടെന്ന് കരുതി. അപ്പൊ